Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും കേരളത്തെ മുന്നോട്ട് നയിക്കാനും സർക്കാരിന് കരുത്തു പകർന്നത് ജനങ്ങളുടെ പിന്തുണയും ഐക്യവുമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലിക്കടവിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി പി രാജീവ്. ചെറുപുഴയിൽ ട്രഷറി കെട്ടിടത്തിന് തറക്കല്ലിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എം വിൻസെന്റ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. ചൂട് കൂടിയതിനാൽ കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു. പണിയില്ലാതെ പുതിയങ്ങാടിയിലെ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടി സ്തംഭനാവസ്ഥയിൽ. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പലരും നാട്ടിലേക്ക് മടങ്ങി. മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നവകേരള സൃഷ്ടിക്കുള്ള ക്രിയാത്മകവും ഇച്ഛാശക്തിയോടെയുള്ളതുമായ ഇടപെടലുകളാണ് സർക്കാർ സർവ്വമേഖലകളിലും നടത്തിവരുന്നത്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി. പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഒരാഴ്ച നീളുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്കും ഇതോടെ തുടക്കമായി. കേരളത്തിന് ചരിത്ര നേട്ടങ്ങൾ നൽകിയ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച് ജയിച്ചുവന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDF സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് വൈകാരിക തലമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2016 തകർന്നടിഞ്ഞു കിടന്ന നാടിനെയാണ് കേരള ജനത ഭരണമേൽപ്പിച്ചത്. ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങി പലവിധ പ്രതിസന്ധികൾ മറികടന്നാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സഹായങ്ങൾ നിഷേധിച്ചിട്ടും അതിജീവനത്തിന്റെ പാതയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, V അബ്ദുറഹ്മാൻ, MLA മാരായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, S ഹരിദർശൻ, S ഹരികിഷോർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും കേരളത്തെ മുന്നോട്ട് നയിക്കാനും സർക്കാരിന് കരുത്ത് പകർന്നത് ജനങ്ങളുടെ പിന്തുണയും ഐക്യവുമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാലിക്കടവിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാതയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന നവീകരണം ഗതാഗത മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലെ വെള്ളൂരിലെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. അത് പുതിയ കാലത്തെ യാത്രകൾക്ക് ഇരട്ടി വേഗം കൈവരിക്കാൻ കാരണമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്രയും സമയം ഇപ്പോൾ വേണ്ടതുണ്ട്. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്. എന്നിട്ട് വെള്ളൂരെത്താൻ വലിയ സമയം. ഇപ്പോൾ പിരിക്കോടെത്താൻ അതേ നേരത്തിൽ ഇന്നലെ
ശശീന്ദ്രൻ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഉറപ്പുണ്ട, നിങ്ങൾക്കാവുമ്പോൾ 40 മിനിറ്റ് വേണ്ടി വരും. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായ നാഷണൽ യൂണിവേഴ്സിറ്റി ആലോചിച്ച് നോക്കും. ദേശീയപാത വികസനത്തിന് പുറമെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ, മലയോര ഹൈവേ, സംസ്ഥാന ജലപാത, തീരദേശ ഹൈവേ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളിൽ കേരളം നമ്പർ 1 ആണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക കൊടുത്തു തീർത്തു. കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധിയും ലൈഫ് മിഷനിലൂടെ വീടുകൾ നൽകിയതും കൈവശക്കാർക്ക് പട്ടയം നൽകിയതുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആശാവർക്കർമാർ വളണ്ടിയർ സ്കീമിൽ ഉൾപ്പെടുന്നവരാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഏറ്റുകുടുക്കയിൽ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റുകുടുക്കയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. അവരുടെ കാര്യവും ഹെൽത്തിന്റെ കാര്യത്തിൽ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. അവര് കേന്ദ്ര ഗവൺമെന്റ് ആകെ കൊടുക്കുന്നത് 1000 രൂപയാണ്. UP സംസ്ഥാനം 1500 രൂപയാണ് അവരാകെ ഇതുൾപ്പെടെ ആകെ കൊടുക്കുന്നത്. നമ്മൾ 7000 കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഞങ്ങൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും അതിനകത്ത് വർധന നടത്തി 13500 വരുന്ന കണക്ക് മറ്റ് ഇൻസെന്റീവുകൾ ചില പ്രത്യേക വർക്കുകൾ ചേർത്തിട്ടാണ്. അംഗൻവാടി ആയാലും മറ്റ് സ്കീം വർക്കേഴ്സ് എല്ലാം ഇത് 12 വർഷം മുമ്പാണ് അവരുടെ അലവൻസ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. VSന്റെ കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ വളണ്ടിയർ സ്കീമിൽ ആശാവർക്കർമാർ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ TA മധുസൂദനൻ MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, M രാഘവൻ, K പത്മിനി, സുരേഷ് ബാബു KV, TM സതീശൻ മാസ്റ്റർ, ഡോക്ടർ സോണി BJ, P ശശിധരൻ, PV ബാലൻ, KP കണ്ണൻ, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി P രാജീവ്. ചെറുപുഴയിൽ ട്രഷറി കെട്ടിടത്തിന് തറക്കല്ലിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാഭം കിട്ടുമെന്ന് കണ്ടാൽ ഒന്നും ചിന്തിക്കാതെ അതിൽ പോയി ചാടുന്നവരാണ് മലയാളികളെന്നും മന്ത്രി P രാജീവ് ചെറുപുഴ ട്രഷറി കെട്ടിടം തറക്കല്ലിടൽ നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ നാട്ടില് നല്ല വിദ്യാഭ്യാസവും വലിയ പുരോഗതിയുള്ള സ്ഥലമാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് അബദ്ധത്തിൽ ചാടുന്ന ആളുകൾ കേരളക്കാരാണ്. അത് പ്രധാനമായിട്ടും സാമ്പത്തിക തട്ടിപ്പിൽ വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളക്കാരാണ്. തട്ടിപ്പ് 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളൊക്കെ പകുതി വില തന്നാൽ നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തൊട്ട് സ്കൂട്ടർ തൊട്ട് അതിനേക്കാൾ വിലയുള്ള സാധനം തരാൻ പറഞ്ഞ് മേടിച്ചിട്ട് എത്ര കൂടിയാ പോയത്. ആ ചെറുപ്പക്കാരൻ 22 വയസ്സുണ്ട്. ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് 21 തന്നെ ഇതേപോലെ നടന്നു. ഓരോ മേഖലയിൽ നടക്കുന്നതാണിത്. ഇഷ്ടം പണം കൊടുത്താൽ ഇരട്ടിക്കുമെന്ന് പറഞ്ഞാൽ മലയാളിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. ഈ പണം ഇരട്ടിക്കും എന്നുള്ളതിന് കണക്ക് വേണ്ടേ? TA മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ട്രഷറി ഡയറക്ടർ V സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ KG രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് പയ്യന്നൂർ പെരുമ്പ KSRTC ഡിപ്പോ പരിസരത്ത് സ്വീകരണം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. M വിൻസെന്റ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. KSRTCയെയും തൊഴിലാളികളെയും രക്ഷിക്കാൻ എന്ന മുദ്രാവാക്യവുമായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് പയ്യന്നൂർ പെരുമ്പ KSRTC പരിസരത്ത് സ്വീകരണം നൽകി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് അതിജീവന യാത്ര നടത്തുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSRTC തൊഴിലാളികളും പറയും ഒരു അതിജീവന പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് KSRTC. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ CPMന്റെ MLA ആയ ശ്രീ M വിജയ് ഗതാഗത മന്ത്രിയോടൊരു ചോദ്യം രേഖാമൂലം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: KSRTCയുടെ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി: തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം നമ്പർ 2: എത്ര റൂട്ടുകളാണ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? മന്ത്രിയുടെ മറുപടി: ദക്ഷിണ മേഖലയിൽ മാത്രം 503 റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം: കണ്ണൂർ ജില്ലയിൽ
റൂട്ട് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? മന്ത്രിയുടെ മറുപടി. ജയൻ കാനായി അധ്യക്ഷത വഹിച്ചു. എം വിൻസെന്റ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഷിജോ തോമസ്, DCC സെക്രട്ടറി AP നാരായണൻ, DCC മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, INTUC മണ്ഡലം പ്രസിഡന്റ് വിനോദ് കുമാർ CK, KSTWO സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ജോൺ, AN രാജേഷ്, അബ്ദുൽ ജലീൽ A, പ്രതീഷ് കുമാർ, അനീഷ് PC തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചൂട് കൂടിയതോടെ ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടി സ്തംഭനാവസ്ഥയിൽ. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 2000-ഓളം മത്സ്യത്തൊഴിലാളികൾ ഇവിടെയുണ്ട്. പണിയില്ലാതായതോടെ പലരും നാട്ടിലേക്ക് മടങ്ങി. ഐസ് ഫാക്ടറി ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലയിലും സമാന അവസ്ഥയാണ്. മത്സ്യമേഖലയിൽ ചുരുക്കം തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മത്സ്യമേഖല ഇന്ന് ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സീസൺ സമയത്ത് മാത്രമാണ് മത്സ്യബന്ധനം നടക്കുന്നത്. യുവതലമുറ ഈ രംഗത്ത് കടന്നുവരുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ദിവസം 30,000 to 40,000 വരെ ഇന്ധന ചെലവാണ്. അപ്പൊ അത്രയും പൈസക്ക് അത്രയും അതിന്റെ ആ ചെലവിന്റെ അത്രയും തന്നെ മത്സ്യം കിട്ടണമെന്നില്ല. അപ്പൊ ഇത് നമുക്ക് താങ്ങാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മ അത് പണിക്ക് പോവാതെ അങ്ങനെ. അപ്പൊ സീസണെ മാത്രം ആശ്രയിച്ച് പണിക്ക് പോകുന്നതോ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം. അടുത്ത സീസണിലേക്ക് ആവശ്യമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ഇവർ നടത്തുകയാണിപ്പോൾ. ചൂട് കൂടിയത് കാരണം ഇത്തവണ നേരത്തെ തന്നെ മത്സ്യലഭ്യതയിൽ കുറവുണ്ടായെന്ന് പറയുന്നു. പുതിയങ്ങാടി മേഖലയിലെ മത്സ്യലഭ്യത കുറഞ്ഞതോടെ പുറമേ നിന്നെത്തിക്കുകയാണ് മത്സ്യം. കടൽ മത്സ്യത്തിന് ഇപ്പോൾ തീ വിലയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. CPI മാടായി മാട്ടൂൽ ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പഴയങ്ങാടിയിൽ നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒദേനൻ ഹാളിൽ TV കുഞ്ഞിരാമൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം KV സാഗർ ഉദ്ഘാടനം ചെയ്തു. ഇത് ബ്രാഞ്ച് കഴിഞ്ഞ ലോക്കൽ മാടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ 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 ദുർബലമായ ഒരു പാർട്ടിയാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ മൊത്തം സ്ഥിതി ആലോചിച്ചാൽ മഹാരഥന്മാരായിരിക്കുന്ന കാന്തലോട്ട് കുഞ്ഞമ്പുവും TC നാരായണൻ നമ്പ്യാർ, മദിരാശി അസംബ്ലിയിൽ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു പടക്കുതിരിയായിരുന്നു TC നാരായണൻ നമ്പ്യാർ. അത്തരത്തിലുള്ള പ്രഗത്ഭന്മാരെല്ലാം ഉള്ള പാർട്ടിയായിരുന്നു. പാർട്ടി പൊട്ടിയപ്പോൾ 64-ൽ ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് മാടായി ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രകടനത്തിന്റെ അത്ര ആള് മാത്രമായിട്ട് എങ്ങനെയാ പ്രകടനം നയിക്കുക എന്ന് വിചാരിച്ചിട്ട് ബാൻഡ് സെറ്റ് തിരിച്ചയച്ചിട്ട് പ്രകടനം നടത്താതെ പോകുന്ന പാർട്ടിയാണ് CPI 64-ൽ. ആ പാർട്ടിക്ക് ഇപ്പോൾ 4617 പാർട്ടി മെമ്പർഷിപ്പ് ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. 4617 പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. 217 ലോക്കൽ കമ്മിറ്റികളുണ്ട്. അറിയണം, ചെറിയ പാർട്ടിയല്ല ഇത്. ഈ പാർട്ടിയിൽ വിവാദങ്ങളിൽ എപ്പോഴും പത്രങ്ങളിൽ മറഞ്ഞു നിൽക്കാത്തത് കൊണ്ട് ഈ പാർട്ടിനെ ആരും അറിയുന്നില്ല. വിവാദം ഉണ്ടാക്കിയാലല്ലേ ആളറിയൂ. വിവേക് വാടിക്കൽ പ്രവർത്തന റിപ്പോർട്ടും അഡ്വക്കേറ്റ് P അജയ്കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. PV ബാബു രാജേന്ദ്രൻ, രേഷ്മ പരാഗൻ, ജിതേഷ് കണ്ണപുരം, V പരാഗൻ, കണ്ണാടിയൻ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് MV വിജയൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജിതേഷ് കണ്ണപുരം പ്രസംഗിച്ചു. വിവേക് വാടിക്കൽ, AV രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി AV രാജേഷ് കുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി മനോജ് വെള്ളച്ചാലിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നോളജ് എക്കണോമി തൊഴിൽ അന്വേഷകരെ തൊഴിൽദായകരുമായി ബന്ധിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നോളജ് എക്കോണമി തൊഴിൽ അന്വേഷകരെ തൊഴിൽദായകരുമായി ബന്ധിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാതല പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. തൊഴിൽദാതാക്കളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പരമാവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ഇതിനു മുന്നേ നമ്മൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ തൊഴിൽദാതാക്കളെയും തൊഴിലന്വേഷകരെയും ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിന് മുമ്പും പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ
നടത്തി വന്നിട്ടുണ്ട്. വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി എം.കെ. ഗിരീഷ്, കോർഡിനേറ്റർ വി.പി. സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കില ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ രവി രാമന്തളി, കൃഷ്ണൻ കുറിയ, കില തീമാറ്റിക് എക്സ്പെർട്ട് അശ്വതി, KGSA കോർഡിനേറ്റർ ശ്രുതി, തീമാറ്റിക് എക്സ്പെർട്ട് അനുഷ എന്നിവർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഫെസ്റ്റിൽ ജനത്തിരക്ക് ഏറുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഫെസ്റ്റിലെ വൈവിധ്യങ്ങൾ കേട്ടറിഞ്ഞ് ജനത്തിരക്ക് വർദ്ധിക്കുകയാണ്. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ഒരുക്കിയ കരിവെള്ളൂർ ഫെസ്റ്റ് ശ്രദ്ധേയമാകുന്നു. കരിവെള്ളൂർ പിരളം പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയിൽ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ഫെസ്റ്റ് നടത്തുന്നത്. എക്സൈസിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പവലിയനും കാർഷിക സർവകലാശാലയുടെ സങ്കരയിനം തെങ്ങുകൾ പരിചയപ്പെടുത്തുന്ന പവലിയനും ജനശ്രദ്ധ ആകർഷിക്കുന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപവും വിവിധ തെയ്യങ്ങളുടെ ചിത്രങ്ങളും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു. നസീർ രാജൻ നിർമ്മിച്ച കാലത്തെ ഓർമ്മകളിലേക്ക് മടക്കിയ കരിവെള്ളൂരിലെ ലീന തിയേറ്ററും വേറിട്ട് നിൽക്കുന്നു. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകം പ്രമേയമാക്കി തയ്യാറാക്കിയ ഗണിത ശാസ്ത്ര ലാബ് കുട്ടികളിൽ പുത്തൻ അനുഭവം പകരുന്നു. വ്യത്യസ്ത രുചി നുകരാനുള്ള ഫുഡ് കോർട്ടും ആളുകളെ സ്വാഗതം ചെയ്യുന്നു. ഉല്ലാസത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. തെയ്യം, അതുപോലെ നൊസ്റ്റാൾജിയ ഉയർത്തുന്ന ലീന ടാക്കീസും അടക്കം നിരവധി സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കുട്ടികൾക്കും എൻജോയ്മെൻറ്റ് നൽകുന്ന രീതിയിലുള്ള നിരവധി പ്രദർശനങ്ങളും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രവും ഫെസ്റ്റിലുണ്ട്. ദിവസവും രാത്രി 8:30-നാണ് കലാപരിപാടികൾ നടക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെയാണ് പ്രവേശനം. ഫെസ്റ്റ് 22-ന് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകി മാടായി ഗ്രാമപഞ്ചായത്ത്. പുതിയങ്ങാടി ചൂട്ടാട് ഫിഷ് ലാൻഡിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിൽ ഒന്നാണ് മാടായി. മത്സ്യബന്ധന മേഖലയിൽ നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന പദ്ധതിയാണ് മാടായി ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയത്. 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിതരണം ചെയ്തു. ചൂട്ടാട്ട് ഫിഷ് ലാൻഡിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഒരു തീരദേശ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന തൊഴിലാക്കിയ ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മാടായി പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മത്സ്യം പിടിക്കുന്നവരുണ്ട്, പുഴയോരത്ത് പോയി മത്സ്യം പിടിക്കുന്നവരുണ്ട്. അങ്ങനെ ഉൾനാടൻ മേഖലകളിൽ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർക്കുള്ള വള്ളവും വലയുമാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വെച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായ ചടങ്ങിൽ റഷീദ OTയിൽ, SKP വാഹിദ, ഫിഷറീസ് ഓഫീസർ CV ആശ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗോബാക്ക് ഇന്ത്യ വിൽപ്പനയ്ക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി പിലാത്രയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കേരള കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യ വിൽപ്പനയ്ക്കില്ല ഗോബാക്ക് എന്നീ മുദ്രാവാക്യമുയർത്തി പിലാത്രയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പിലാത്ര കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ കർഷകരുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കാൻ വേണ്ടി പറ്റത്തക്ക വിധത്തിലേക്കുള്ള കരാറിൽ ഒപ്പിടാൻ വേണ്ടിയാണ് JD വാൻസ് തയ്യാറാകുന്നത്. VV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരക്കു സ്വാഗതം ആശംസിച്ചു. തുടർന്ന് JD വാൻസിന്റെ കോലവും കത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെതിരെ പയ്യന്നൂരിലും പ്രതിഷേധം. ജെ.ഡി. വാൻസ് ഗോ ബാക്ക്, ഇന്ത്യ വിൽപ്പനയ്ക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പോഷൻ അഭിയാൻ 2.0 പോഷൻ പക്വാദ 2025 ദമ്പതി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. ICDS തളിപ്പറമ്പ് അഡീഷണൽ 1, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പോഷൻ അഭിയാൻ 2.0 പോഷൻ പക്വാദ 2025 ദമ്പതി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ രേണുക പാറയിൽ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.എസ്. അഞ്ജന സാവിത്രി എന്നിവർ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.വി. സുധാകരൻ, ICDS സൂപ്പർവൈസർ BK സൗമ്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജനറൽ കൗൺസിൽ പയ്യന്നൂർ KK റെസിഡൻസിയിൽ വെച്ച് നടന്നു. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനമാണ്. നിർമ്മാണത്തിൽ എന്ത് നിർമ്മാണമാണ് നടക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്ലാൻ, അതിനെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, അതിൻ്റെ വ്യക്തതയുള്ള രൂപരേഖ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ ബാബു വിഷൻ ആൻഡ് മിഷൻ അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജില്ലാ നേതാക്കളായ ബാബു ഗുരുദേവ്, രാകേഷ് മൂകാംബിക, ഷൌക്കത്ത് അലി, സജി കൂത്തുപറമ്പ, രാജീവൻ PP, നിഖിൽ തളിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാഗാസ് കണ്ടങ്ങാളി കെട്ടിടോദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. നാഗാസ് കണ്ടങ്ങാളി കെട്ടിടോദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഒരു കാര്യം, എൻ്റെ നാട്ടുകാർക്ക് അഭിമാനകരമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആദരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് കാര്യം. ഞാനെങ്ങനെ കണ്ടവാൻ നടക്കുന്ന ഒരുത്തനാണ് തടി മുടി വെച്ചിരുന്ന കാര്യം അന്ന് കാര്യമില്ല. എൻ്റെ എഴുത്തിൽ ഏറ്റവും മാന്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും എന്നെ ആലോചിച്ച് സങ്കടപ്പെടുത്തില്ല. അതും പ്രത്യേകിച്ച് സിനിമയിൽ കയറിയ ഉടനെ തോന്നിയ സിനിമയാണ് ആദ്യം ചെയ്യുക. പക്ഷേ 40 കൊല്ലമായി ഞാൻ സിനിമയിൽ ഒരൊറ്റ ദിവസം എന്നെ പിന്നെ കേൾക്കാൻ പറ്റില്ല. അനങ്ങിയാൽ ലോകം മുഴുവൻ അറിയുന്ന കാലമാണ്. പക്ഷേ ഒരനക്കും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ അനിയത്തിമാർക്കും അഭിമാനപൂർവ്വം പറയാവുന്ന പേരാണ് എൻ്റെ. ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കൌൺസിലർ M പ്രസാദ്, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മഹാദേവഗ്രാമം കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും ചരടുകുത്തി കോൽക്കളിയും, രാമന്തളി ശ്രീദുർഗ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് പ്രദർശനവും സുഭാഷ് അറുകരിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ഭരണസമിതി ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹാൾ നിർമ്മിച്ചത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M. ഉല്ലാസൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ജിഷ ബേബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശോഭ, ആസൂത്രണ സമിതി അംഗം TV. കൃഷ്ണൻ നായർ, ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് EP. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മമ്പലം കലാസരണി ആർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം നടന്നു. പയ്യന്നൂർ മമ്പലം കലാസരണി ആർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ എം പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിനോദ്, ശാരിക, കെ കുമാർ, മിനി, സുനിത, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരത്തിൽ 7ഓളം ടീമുകൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ഫാമേഴ്സ് ക്ലബ്ബ് വാർഷികാഘോഷ പരിപാടികൾ നടന്നു. സാംസ്കാരിക പ്രഭാഷകൻ രവി ഏഴോം ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ഫാർമേഴ്സ് ക്ലബ്ബ് 17ാമത് വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. അംഗൻവാടി കുട്ടികളുടെ നൃത്തനൃത്യങ്ങളോടെയാണ് പരിപാടി ആരംഭിച്ചത്. സാംസ്കാരിക പ്രഭാഷകൻ രവി ഏഴോം ഉദ്ഘാടനം നിർവഹിച്ചു. ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു എ അധ്യക്ഷത വഹിച്ചു. പ്രശാന്തൻ വി ബാലൻ, ശോഭ ടീച്ചർ, രഘു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകഥാകൃത്ത്, ബാലനോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ തമ്പാൻ തായ്നേരി, പൂരക്കളിയിൽ 2024 വജ്രജൂബിലി ഫെലോഷിപ്പ് നേടിയ ഷാരോൺ MV എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ നൃത്തനൃത്യങ്ങളും കണ്ണൂർ വടക്കൻസിന്റെ നാട്ടരങ്ങ ഫോക്ക് ഫെസ്റ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിനിമാ പ്രവർത്തകനും ക്രിക്കറ്ററുമായിരുന്ന KU പ്രസാദിന്റെ സ്മരണയ്ക്കായി മഹാദേവ ഗ്രാമം കൊളീഗ്സ് സംഘടിപ്പിച്ച 4 ദിവസങ്ങളിലായി നടന്നുവന്ന വെറ്ററൻസ് കായികമേള സമാപിച്ചു. സമാപന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ പ്രവർത്തകനും ക്രിക്കറ്ററുമായിരുന്ന KU പ്രസാദിന്റെ സ്മരണയ്ക്കായി മഹാദേവ ഗ്രാമം കൊളീഗ്സ് സംഘടിപ്പിച്ച 4 ദിവസങ്ങളിലായി നടന്നുവന്ന വെറ്ററൻസ് കായികമേള സമാപിച്ചു. സമാപന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. KV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഡോക്ടർ PV പ്രിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്രിക്കറ്റ് മത്സരത്തിൽ വിജയികളായ കരുവാച്ചേരി ബ്ലാസ്റ്റേഴ്സിനും റണ്ണറപ്പായ TYCC തായ്നേരിക്കും TI മധുസൂദനൻ MLA ട്രോഫി സമ്മാനിച്ചു. വിശിഷ്ടാതിഥികൾക്ക് K രഘു, VA കലേഷ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. VP ശരത് ചന്ദ്രൻ, K ശിവകുമാർ, P രവീന്ദ്രൻ, VP സുരേഷ്, P അനിൽകുമാർ, TA രാജീവൻ, E രാജൻ, PU മനോഹരൻ, K ശരത് കുമാർ, രാജു അത്തായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണ്ടയംകോവൽ വായനശാലയും പയ്യന്നൂർ താലൂക്ക് ലൈബ്രറിയും സംയുക്തമായി കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുകുന്ദൻ M ക്യാമ്പിന് നേതൃത്വം നൽകി. കുണ്ടയംകോവൽ വായനശാലയിൽ നടന്ന വർണ്ണക്കൂടാരം കുട്ടികളുടെ ക്യാമ്പ് ശ്രദ്ധേയമായി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലും കുണ്ടയംകോവൽ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വർണ്ണക്കൂടാരം കുട്ടികളുടെ സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി. വായനശാല പന്തലിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ഗായിക ഹരിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മുകുന്ദൻ M ക്യാമ്പ് കൈകാര്യം ചെയ്തു. T ദിവാകരൻ മാസ്റ്റർ, KV സുനിൽകുമാർ, രമ്യ C, ശ്രീജ വിജയൻ എന്നിവർ സംസാരിച്ചു. 51 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പ് ഫയറോടുകൂടി പരിപാടി സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ഫെസ്റ്റിൽ നടന്ന ടേസ്റ്റി ബിരിയാണി പാചക മത്സരം ശ്രദ്ധേയമായി. നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വൈവിധ്യങ്ങളായ ബിരിയാണികൾ, ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ ഉള്ള മത്സരങ്ങളാണ്, പ്രിപ്പയർ ചെയ്യുന്ന മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കരിവെള്ളൂർ ഫെസ്റ്റിൽ നടന്ന ടേസ്റ്റി ബിരിയാണി പാചക മത്സരം ശ്രദ്ധേയമായി. മലബാറിന്റെ ബിരിയാണിയുടെ തനിമ വിളിച്ചോതുന്നതായിരുന്നു ബിരിയാണി പാചകം. ചിക്കൻ ബിരിയാണി മത്സരമാണ് സംഘടിപ്പിച്ചത്. വൈവിധ്യമാർന്ന വിധത്തിൽ ചിക്കൻ ബിരിയാണി എങ്ങനെ പാചകം ചെയ്യാമെന്ന് ഫെസ്റ്റിലെ മത്സരം തെളിയിച്ചു. നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാരളിയമ്പലം പ്രതിഷ്ഠാദിന ആരാധന മഹോത്സവത്തിന് തുടക്കമായി. ആരാധന മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാരളിയമ്പലം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നുവരുന്നു. ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്ര പടിഞ്ഞാറെ പടിപ്പുര ഉദ്ഘാടനവും നടന്നു. ഏപ്രിൽ 22 ചൊവ്വാഴ്ച രാത്രി 7:30 കളമെഴുത്തുപാട്ട്, ഭഗവതി സേവ, സർപ്പബലി എന്നിവ നടക്കും. ഏപ്രിൽ 23 ബുധനാഴ്ച പ്രതിഷ്ഠാദിന ഉത്സവം നടക്കും. വൈകിട്ട് 5:30 തായമ്പകയും തുടർന്ന് തിടമ്പ് നൃത്തവും നടക്കും.
രാത്രി 8 മണിക്ക് കൃഷ്ണകുമാർ പള്ളിയത്തിന്റെ കഥാപ്രസംഗ അവതരണവും ഉണ്ടാകും. പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തിന്റെ മുന്നോടിയായി ഞായറാഴ്ച വൈകിട്ട് നാഗസ്ഥാനത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും കേരളത്തെ മുന്നോട്ട് നയിക്കാനും സർക്കാരിന് കരുത്തു പകർന്നത് ജനങ്ങളുടെ പിന്തുണയും ഐക്യവുമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലിക്കടവിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി പി രാജീവ്. ചെറുപുഴയിൽ ട്രഷറി കെട്ടിടത്തിന് തറക്കല്ലിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എം വിൻസെന്റ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. ചൂട് കൂടിയതിനാൽ കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു. പണിയില്ലാതെ പുതിയങ്ങാടിയിലെ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടി സ്തംഭനാവസ്ഥയിൽ. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പലരും നാട്ടിലേക്ക് മടങ്ങി. മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നത് പ്രതിസന്ധിയിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.